എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ്. നമ്മുടെ ചാനലിൽ കൂടെ ഞാനിപ്പോൾ പലതരത്തിലുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും സംശയം ചോദിച്ചു വരുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയും. വിൽപ്പനക്കായിട്ട് നിങ്ങൾ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇതേ ഒരു രീതിയിലായിരിക്കണം. മാവ് കലക്കിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തരി പോലും സോഡാപ്പൊടി ചേർക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പ കൂട്ടില് ഞാൻ 4 പാളയംകോടൻ പഴം ചേർത്തിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഇന്നും സംശയമാണ്, ചേച്ചി പഴം ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം ശരിയാകുമോ? ആ ഒരു ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് പഴം ചേർത്തിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ പഴം ചേർക്കാതെയും ഇതേ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. എങ്കിൽ തന്നെയും ഒരു തരി പോലും ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇത്രയും അധികം ഉണ്ണിയപ്പത്തിന്റെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏക ചാനൽ എൻ്റെ മാത്രമായിരിക്കും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമാണ്. വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ലാതെ തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതും. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ. അപ്പോൾ നോക്കാം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കടകളിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ശർക്കരയിലേക്ക് 1.5 ഗ്ലാസ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ചു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന കട്ടകളെല്ലാം ഉടഞ്ഞും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഒരു സ്റ്റീൽ പാത്രം എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് 600 ഗ്രാം അളവിൽ വറുക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ പൊടിയിലേക്ക് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനി ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നവരാണെങ്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 150 ഗ്രാം അളവില് റവയാണ്. റവ വറുത്തതോ വറുക്കാത്തതോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. റവയും ചേർത്തിട്ട് നല്ല പോലെ വീണ്ടും ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അരി പൊടിപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ല തരിതരിപ്പുള്ള പൊടിയായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഒട്ടപ്പൊടിയാണെങ്കിലാണ് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൽ ഇത്തിരി ലൂസായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിവിടെ ഒരു 50 ഗ്രാം അളവിൽ കൂടെ റവ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 200 ഗ്രാം അളവിലാണ് റവ ചേർത്തിട്ടുള്ളത്. റവയും ചേർത്ത് ഇതേ ഒരു അയവിനാണ് നമുക്ക് മാവ് കലക്കി എടുക്കേണ്ടത്. ഞാനിന്ന് ഈ മാവ് കലക്കി വെക്കുന്നത് വൈകിട്ടാണ്. നമ്മളിനി രാവിലെയാണ് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. മാവ് കലക്കി വെക്കുമ്പോൾ ഇത്രയും അയവിനായിരിക്കണം കലക്കി വെക്കേണ്ടതും. രാവിലെ ആകുമ്പോഴേക്കും മാവ് നല്ല പോലെ കട്ടിയായി വരാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് രാവിലെയാണ് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കേണ്ടതും. കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുത്തിട്ടുള്ള മാവിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് മൂടി വെച്ചിട്ട് ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ട് മാവിന്റെ പാകം നോക്കാം. മാവ് ഇത്രയും കട്ടിയായിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ മാവ് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ലൂസായിട്ട് തന്നെ കലക്കി വെക്കുന്നത്. ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു 4 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു പഴത്തിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഉണ്ണിയപ്പത്തിന് നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് ഒരു 15 ഏലക്കയും 200 ഗ്രാം അളവില് മൈദ മാവും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നതിനായിട്ട് ഒരു 3/4 ഗ്ലാസ് അളവില് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൂട്ടിലേക്ക് ഒരു നുള്ളു ഉപ്പും 1 സ്പൂൺ അളവില് പഞ്ചസാര കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കുന്നത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ടാണ്. പഞ്ചസാര ചേർത്തിട്ടുള്ളത് ശർക്കരയുടെ കുത്തൽ ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത ബാറ്റർ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ മാവ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഉണ്ണിയപ്പത്തിനുള്ള മാവ് തയ്യാറാക്കുമ്പോൾ അല്പം ലൂസായിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും നല്ല പോലെ തന്നെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവ് ഇവിടെ റെഡിയാണ്. നമ്മുടെ ഉണ്ണിയപ്പ കൂട്ടിലേക്ക് നമ്മൾ ഒരു തരി പോലും സോഡാപ്പൊടി ചേർക്കുന്നില്ല. ഇനി മാവ് കലക്കിയ ഉടൻ തന്നെ നമുക്ക് ഉണ്ണിയപ്പവും തയ്യാറാക്കാൻ തുടങ്ങാം. മാവ് കലക്കിയെടുക്കുമ്പോൾ ഒരു തരി പോലും കട്ടകളില്ലാതെ വേണം കലക്കിയെടുക്കാനായിട്ടും. ഇതേ ഒരു അയവിനാണ് മാവായി കിട്ടേണ്ടതും. മുകളിലേക്ക് മാവ് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ലൂസായിട്ട് തന്നെ നമ്മുടെ മാവ് കിട്ടണം. അതാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകവും. ഇനി നമുക്ക് ഈ മാവൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക സ്വാദ് കിട്ടുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഒരു 50 ഗ്രാം അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ചൂടായി വന്നിട്ടുള്ള നെയ്യിലേക്ക് 1/2 മുറി നാളികേരം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നാളികേരത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് കടലപ്പരിപ്പ് വേവിച്ച് വറുത്തും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 സ്പൂൺ അളവിൽ എള്ളാണ്. എള്ള് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം എല്ലാം ഊറ്റി വെച്ചിരിക്കുവാണ്.
നാളികേരം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എള്ളും കൂടി ചേർത്തിട്ട് വേണം ഒന്നും കൂടെ മുരിയിച്ചെടുക്കാനായിട്ടും. എള്ളിൽ ധാരാളം അഴുക്കൊക്കെ ഉള്ളതാണ്, അതൊന്ന് കഴുകി കളഞ്ഞിട്ട് വേണം നമുക്കിതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന് മണ്ണ് കടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂട്ടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. നാളികേരമൊക്കെ നല്ല പോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്കാണ് ഈ ഒരു നാളികേരക്കൂട്ട് ചേർത്ത് കൊടുക്കേണ്ടതും. ഇനി ഇതുകൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പക്കൂട്ട് ഇവിടെ റെഡിയാണ്. ഇപ്പോഴും നമ്മുടെ മാവ് നല്ല അയഞ്ഞ പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. ഇനി മാവിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമുക്കുടൻ തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നല്ല വിലയാണ്. അതുപോലെ തന്നെ ഒരു 3 ദിവസം ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു കനപ്പ് ടേസ്റ്റ് കൂടെ നമ്മുടെ ഉണ്ണിയപ്പത്തിൽ വരാൻ സാധ്യത കൂടുതലുമാണ്. നല്ലപോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴികളിലേക്ക് 1/4 ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എല്ലാ കുഴികളിലേക്കും മാവ് കോരി ഒഴിച്ചപ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ഉണ്ണിയപ്പം പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തും മീഡിയം ഫ്ലെയിമിലാണ് തീയിരിക്കുന്നത്. താഴെ ഭാഗം നല്ല സ്വർണ്ണ നിറത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചട്ടിയിൽ ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ തന്നെയാണ് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാൻ സാധിക്കുന്നത്. നമ്മളിന്ന് കലക്കിയെടുത്തിട്ടുള്ള മാവ് നല്ല രീതിയിൽ തന്നെ ആയതുകൊണ്ടാണ് നമുക്കിതുപോലെ ഒട്ടിപ്പിടിക്കാതൊക്കെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ വെന്ത് വന്നിട്ടുള്ളത്. 2 ഭാഗവും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളറിലേക്ക് ഒന്ന് ആക്കിയെടുത്തു. ഇനിയിപ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റുവാണ്. ഈ ഒരു മാവ് കൂട്ടിയെടുത്തപ്പോൾ ഞാൻ ഒരു തരി പോലും സോഡാപ്പൊടി ചേർത്തിട്ടില്ല. എനിക്ക് കൂടുതലായിട്ടും വരുന്ന ഒരു സംശയം കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതാണ് ശരിയായിട്ടുള്ള ഉണ്ണിയപ്പക്കൂട്ട്. ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി എടുക്കേണ്ടതും. ആദ്യ ഉണ്ണിയപ്പം മുരിയിച്ച് മാറ്റിയതിനു ശേഷം അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിനായിട്ട് നമുക്ക് സോഡാപ്പൊടി ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പൊടി ചേർക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഓർഡറൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതേപോലെ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് ചെയ്യുന്നത്. സോഡാപ്പൊടി ചേർത്ത് ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ ഉണ്ണിയപ്പത്തിന്റെ മുകൾ ഭാഗത്ത് നിന്നും മാവ് പൊട്ടി പുറത്തേക്ക് വരാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് അധികം ഒന്നും സമയം ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. രാത്രിയിൽ മാവ് കലക്കി വെക്കണം എന്ന നിർബന്ധം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ടെൻഷനും ഇല്ല. വളരെ എളുപ്പത്തിൽ തന്നെ ചട്ടിയിൽ ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ തന്നെയാണ് ഞാനിവിടെ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നതും. ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സൈഡ് ബിസിനസ്സാണ് ഉണ്ണിയപ്പം. വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താവുന്നതുമാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഉണ്ണിയപ്പം ഞാനിവിടെ എല്ലാം മുരിച്ചെടുത്തിട്ടുണ്ട്. ഒരെണ്ണം പോലും പൊട്ടിപ്പോവാതെ തന്നെ നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ്. എല്ലാവരും വീഡിയോ കണ്ട് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇനിയിപ്പോൾ ഇതോടുകൂടി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ തീർന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.